ദൈവത്തിന് നന്ദി പറയുന്നത് വിശ്വാസത്തിന്റെയും എളിമയുടെയും സ്നേഹത്തിന്റെയും ശക്തമായ പ്രകടനമാണ്. ലൂക്കോസ് 17:11 കരുണയ്ക്കായി നിലവിളിച്ചുകൊണ്ട് യേശുവിന്റെ അടുക്കൽ വന്ന 10 കുഷ്ഠരോഗികളുടെ കഥ നാം വായിക്കുന്നു. പുരോഹിതന്മാർക്ക് തങ്ങളെത്തന്നെ കാണിക്കാൻ യേശു അവരോട് പറഞ്ഞു. അവർ പോകുമ്പോൾ അവർ സുഖം പ്രാപിച്ചു. എന്നാൽ അവരിൽ ഒരാൾ, ഒരു ശമര്യക്കാരൻ മാത്രമാണ് ദൈവത്തിന് നന്ദി പറഞ്ഞും സ്തുതിച്ചും മടങ്ങിവന്നത്. യേശു ചോദിച്ചു, 10 പേരും ശുദ്ധരായില്ലേ? ബാക്കി 9 പേർ എവിടെ? നന്ദിയുള്ള ഒരു ഹൃദയത്തെ ദൈവം എത്ര ആഴത്തിൽ വിലമതിക്കുന്നു എന്ന് ഈ ചോദ്യം വെളിപ്പെടുത്തുന്നു. 9 പേർക്കും രോഗശാന്തി ലഭിച്ചു. പക്ഷേ ദാതാവിനെ ബഹുമാനിക്കാൻ മടങ്ങിവന്നില്ല. യേശുവിന് നന്ദി പറയാൻ മടങ്ങിയെത്തിയയാൾക്ക് ശാരീരികമായി സുഖവും ആത്മീയ പുനഃസ്ഥാപനവും ലഭിച്ചു. യേശു അവനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. നന്ദി ആഴമേറിയ വിശ്വാസത്തോടും അനുഗ്രഹത്തോടും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കുന്നു. നന്ദി പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ നന്മയിൽ കേന്ദ്രീകരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും, രോഗശാന്തി, കരുതൽ, സമാധാനം അല്ലെങ്കിൽ സംരക്ഷണം, അവനിൽ നിന്നുള്ള ഒരു സമ്മാനമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 104 നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടെയും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടെയും പ്രവേശിക്കുക. കൃതജ്ഞത നമ്മെ ദൈവസാന്നിധ്യത്തിലേക്ക് അടുപ്പിക്കുകയും അവനുമായുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുകയും ചെയ്യുന്നു. നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചതിനു ശേഷം ദൈവത്തിന് നന്ദി പറയാൻ മറന്നുപോകുന്നത് എളുപ്പമാണ്. എന്നാൽ സുഖം പ്രാപിച്ച കുഷ്ഠരോഗിയെപ്പോലെ നാം തിരികെ വരാനും മുട്ടുകുത്തി അവനെ സ്തുതിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. നന്ദിയുള്ള ഒരു ഹൃദയം ദൈവത്തെ പ്രസാദിപ്പിക്കുകയും കൂടുതൽ അനുഗ്രഹങ്ങളിലേക്കുള്ള വാതിലുകൾ തുറക്കുകയും നമ്മെ എളിമയുള്ളവരും സന്തോഷമുള്ളവരുമായി നിലനിർത്തുകയും അവനെ നമ്മുടെ വിശ്വസ്ത ദാതാവായി അംഗീകരിക്കുകയും ചെയ്യുന്നു.